നമസ്കാരം. അപ്പൊ എന്താ പറയാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് പ്രമേഹ രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ് അല്ലെ. ദിനം പ്രതി അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെ അതിന്റെ മരുന്നുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ മരുന്നുകളും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. രോഗികളുടെ എണ്ണം കൂടുതലായതുകൊണ്ടാണ് മരുന്നുകളുടെ എണ്ണവും കൂടുതലായിരിക്കുന്നത് അല്ലെ. അപ്പൊ ഞാൻ പറയാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇൻസുലിൻ എല്ലാവർക്കും അറിയാം അല്ലെ. പ്രമേഹ രോഗികളുടെ ജീവൻ നിലനിർത്താനായിട്ട് സഡനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇൻസുലിൻ എന്ന് പറയുന്നത്. ഇൻസുലിൻ എന്ന് എല്ലാവർക്കും അറിയാം, മേടിക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇൻസുലിൻ ഒരു ചരിത്രമുണ്ട്. ഇൻസുലിൻ എന്താണ്, അല്ലെങ്കിൽ ഇൻസുലിന്റെ പിന്നിൽ എന്താണ് എന്നൊന്നും ആർക്കും അറിയത്തില്ല. ആർക്കും അറിയത്തില്ല എന്ന് വെച്ചാൽ ഏറെക്കുറെ പേർക്ക് അറിയത്തില്ല, അറിയാവുന്നവരും ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇൻസുലിനെ കുറിച്ച് ഒരു ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതായത് മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഒരു പ്രധാന വൈകാരികമായ മുന്നേറ്റമായിരുന്നു നമ്മുടെ ഇൻസുലിന്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് അല്ലെ. കാര്യം പ്രമേഹ രോഗികളുടെ ജീവൻ രക്ഷിക്കാനായി കണ്ടുപിടിച്ച മരുന്നാണ് ശരിക്കും ഇൻസുലിൻ എന്ന് പറയുന്നത്. ഇൻസുലിൻ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപാട് പേരുടെ ജീവൻ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. കാര്യം അത്രമാത്രം പ്രമേഹ രോഗികളുടെ ജീവൻ നിലനിർത്താൻ പറ്റിയൊരു എമർജൻസി മെഡിസിൻ ആണ് ശരിക്കും ഇൻസുലിൻ എന്ന് പറയുന്നത് അല്ലെ. 1921 കാനഡയിലെ ഒരു സർവകലാശാലയിലാണ് നമ്മുടെ ഇൻസുലിൻ കണ്ടുപിടിക്കപ്പെടുന്നത്. അതായത് നമ്മുടെ പാൻക്രിയാസിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ഇൻസുലിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രമേഹ രോഗികളായി മാറുകയാണ് അവിടെ. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ ഇൻസുലിൻ ആണ് അല്ലെ. അപ്പൊ ഇൻസുലിന്റെ കുറവ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പ്രമേഹ രോഗികളായി മാറിക്കഴിയും. 1880 ജർമ്മനിയിലെ ഒരു ഡോക്ടർ നായ്ക്കളിൽ ഈ പാൻക്രിയാസ് നീക്കം ചെയ്ത ശേഷം പ്രമേഹം ഉള്ളതായിട്ട് കണ്ടെത്തി. അതിനുശേഷമാണ് ഇൻസുലിന്റെ ഈ കണ്ടുപിടുത്തം, ഇൻസുലിൻ നായ്ക്കളിൽ പരീക്ഷിക്കുകയും ഇൻസുലിന്റെ കണ്ടുപിടുത്തം 1920 ഇൻസുലിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിക്കുന്നതും അങ്ങനെയാണ്. അത് കഴിഞ്ഞ 1922 14 വയസ്സുകാരനായ ഒരു പ്രമേഹ രോഗി, അതായത് ടൊറന്റോയിലെ ഒരു ഹോസ്പിറ്റലില് 14 വയസ്സുകാരനായ ഒരു പ്രമേഹ രോഗിക്ക് ഇൻസുലിൻ പരീക്ഷിക്കുന്നത്. പക്ഷെ ഇൻസുലിൻ പരീക്ഷണത്തിലൂടെ ആ പ്രമേഹ രോഗിയുടെ ജീവൻ രക്ഷിക്കാനായി എന്നത് ഇൻസുലിന്റെ കണ്ടുപിടുത്തത്തിലെ വിപ്ലവകരമായ മാറ്റം തന്നെയായിരുന്നു. ഇൻസുലിന്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് പ്രമേഹ രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ കാരണമായി എന്നത് തന്നെ ഒരു വലിയ സംഭവമാണ്. അപ്പോൾ വൈദ്യശാസ്ത്ര രംഗത്ത് വിപ്ലവകരമായ ഈ മാറ്റം കൊണ്ടുവന്ന ശാസ്ത്രജ്ഞന്മാർക്ക് 1923 വൈദ്യശാസ്ത്രത്തിന്റെ നൊബേൽ സമ്മാനവും ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെയാണ് ഇൻസുലിന്റെ ചരിത്രം എന്നത്. എങ്കിലും പ്രമേഹം എന്നത് ഒരു ഗുരുതരമായ രോഗം തന്നെയാണ്. അതായത് ശരിയായ ഭക്ഷണക്രമ രീതികളും അതുപോലെ തന്നെ ചിട്ടയായ എക്സസൈസും ഒക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്. അതായത് ഇൻസുലിൻ എടുക്കാതിരിക്കാൻ, ഇൻസുലിൻ എന്നൊരു മരുന്ന് എടുക്കാതിരിക്കാൻ, അല്ലെങ്കിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഇൻസുലിന്റെ അളവ് കുറയ്ക്കാൻ, അല്ലെങ്കിൽ അത് നിർത്താൻ, അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പ്രമേഹ രോഗികളുടെ എണ്ണം അത്രമാത്രം വർദ്ധിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത് ഇൻസുലിന്റെ ഒരു ചരിത്രത്തിലൂടെ ഇത് നിങ്ങളെ അറിയിച്ചത് ശരിക്കും. അപ്പോൾ പ്രമേഹ രോഗികളാകാതിരിക്കാൻ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അതിലേക്ക് നോക്കുക. ഓക്കെ.